ഹായ് കൂട്ടുകാരെ, ഇന്ന് ദുദ്ദൂസിനെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഡ്യൂട്ടി എനിക്കായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും അച്ചാച്ചനാണ് കൊണ്ടുവന്നാക്കാറ്. ഇന്ന് അച്ചാച്ചനില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്നാക്കി. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിയപ്പോഴേക്ക് അസംബ്ലിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ നേരെ ശൃംഗപുരം അമ്പലത്തിലേക്കാണ് പോകുന്നത്. അമ്പലമൊക്കെ എത്തി, ശിവേലി പൂജ നടക്കുമായിരുന്നു, അതുകൊണ്ട് നട അടച്ചിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വലം വെച്ച് വരാമെന്ന് വിചാരിച്ചു. എല്ലാ ഉപകരണങ്ങളൊക്കെ തൊഴുത് തിരിച്ചു വന്നപ്പോഴേക്കും ബസ് മുരിക്കുന്നതുകൊണ്ട് അങ്ങനെ അതൊക്കെ എടുത്ത് തൊട്ടു അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയിട്ടും നട തുറന്നിട്ടില്ല. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും തിരുമേനി വന്ന് നടയൊക്കെ തുറന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഭഗവാനോട് പറയാൻ വേണ്ടി ഓർത്ത് വെച്ചതെല്ലാം, ഓർമ്മയിൽ വന്നതെല്ലാം പറഞ്ഞു. അങ്ങനെ തിരുമേനി എനിക്ക് പ്രസാദം തന്നു. ചന്ദനം എത്ര തൊട്ടിട്ടും ശരിയാവുന്നില്ല. അങ്ങനെ ചന്ദനം തൊട്ട് ഞാൻ നേരെ അടുത്ത അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴോ ഒരുപാട് പേരുണ്ടായിരുന്നു. സാധാരണ ആ അമ്പലത്തിൽ ആരും ഉണ്ടാവാറില്ല, ഞാനും ഭഗവാനും മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ ഞാൻ ചെല്ലണ സമയത്ത്. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് പ്രസാദമൊക്കെ കിട്ടി. നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. ഇനി വഴിയിലൊരു പൂവൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു ദത്തൂസിന്